പറഞ്ഞ കാശും വെച്ച് സാധനം എടുത്ത് പൊയ്ക്കോ. അതെങ്ങനെ അബ്ദുക്ക, ഒരു ഡെമോ ഒക്കെ നോക്കണ്ടേ? ആ പിന്നെ നോക്കണം. ഞാൻ ഇപ്പൊ തന്നെ ടൈമർ ഓൺ ചെയ്ത് ഇവിടെ വെച്ച് തന്നെ കാണിച്ചു തരാം. ഡെമോ. ഏയ് അത് വേണ്ടട്ടാ, എല്ലാ ഓക്കെ അല്ലേ? എനിക്ക് നാട്ടിൽ നിന്ന് 100 കണക്കിന് ഓഫറാ. തിരികെ ചെല്ല. പോലീസിനെ പേടിച്ചാ ഞാൻ പോവാത്തത്. വീടിന്റെ പരിസരത്ത് ഇപ്പോഴും കാവലുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മക്ക് കള്ളനെ പേടിക്കാണ്ട് മനസമാധാനത്തോടെ കിടന്നുറങ്ങാം. ആ എന്നോടാ ആക്യുറസിയുടെ കാര്യത്തില് അബ്ദുവിനെ വെല്ലാൻ ആരുമില്ല. ദാ കണ്ടോ, 120 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാം. സാധനം ഫിക്സ് ചെയ്തിട്ട് ദാ ഈ ചുമന്ന ബട്ടൺ അമർത്തണം. അപ്പോ സ്റ്റോപ്പ് വാച്ച് ഓൺ ആവും. എന്നിട്ട് ഈ ബട്ടൺ ഞെക്കി ടൈം സെറ്റ് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ചുമന്ന ബട്ടൺ ഞെക്കണം. ദാ ഇതാണ് റിമോട്ട്. സെറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ എപ്പോ ഇതിലെ പച്ച ബട്ടൺ ഞെക്കിയാലും സാധനം പൊട്ടും. പക്ഷേ 200 മീറ്റർ ചുറ്റളവിനുള്ളിലായിരിക്കണം. ഈ ചുമന്ന ബട്ടൺ ഞെക്കിയാൽ സാധനം ഡിഫ്യൂസ് ആവും, പൊട്ടൂല. മാറിപ്പോവരുത്. ഇനി ഇതിൽ ഞെക്കിയില്ലെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തിന്റെ ലാസ്റ്റ് സെക്കൻഡിൽ സാധനം ബും പൊട്ടും. ക്ലിയർ? സംഗതി ക്ലിയർ ആണ്. ആ എന്നാ കാശെടുക്ക്. സർവമംഗളങ്ങളും പൊട്ടിത്തെറിക്കട്ടെ. Welcome to the program. It was supposed to be a day of celebration to mark the end of എന്ത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും കണ്ണിൽ ചോരയില്ലാതെ മനുഷ്യരെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത് കാണാൻ കഷ്ടം തന്നെ. ഭഗവാനെ, ഇവിടെയും പൊട്ടിയോ? വെറുതെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് കാലിൽ കുപ്പിച്ചില്ല കയറ്റണ്ട. അത് ഞാൻ പിന്നെ ക്ലിയർ ചെയ്തോളാം. 24 മണിക്കൂറും ഒരു മുടിഞ്ഞ ന്യൂസ്. ഇത് കുത്തിയിരുന്ന് കണ്ടിട്ട് എന്തോ കിട്ടാനാ? 40 വർഷമായി നാട്ടിൽ നിന്ന് കെട്ടിയിട്ട് തിരികെ ഇനി അങ്ങോട്ട് പോകാനും പോകുന്നില്ല. എന്നാൽ അവിടുത്തെ വാർത്തകൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ ദേനക്കേടാ. അപ്പോ ഈ റിമോട്ട് കൈ കിട്ടാൻ ഒപ്പിച്ച പണിയാണല്ലേ? അതെ, അല്ലാതെ മര്യാദക്ക് ചോദിച്ചാൽ നിങ്ങൾ തരുമോ? നേരം വെളുത്ത് ഇരുട്ടുന്നത് വരെ ഈ വീട്ടിൽ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് രാത്രി 2 സീരിയൽ കാണാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ന്യൂസ് ന്യൂസ് ന്യൂസ്. ദേ ഈ TV ഞാൻ ഒരു ദിവസം എടുത്ത് അടിച്ചു പൊട്ടിക്കും, നോക്കിക്കോ. എന്നാ ദയവ് ചെയ്ത് നീ അതങ്ങ് ചെയ്യേ. അങ്ങനെയെങ്കിലും ഈ കോപ്രായത്തിനൊരു മോചനം കിട്ടുമല്ലോ. പിന്നെ കോപ്രായം, ഓരോരോ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങള് അവർ പച്ചക്ക് കാണിക്കുമ്പോ ചിലർക്കൊക്കെ ചൊറിയും. അത് സ്വാഭാവികം. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ ഒന്നും മിണ്ടാതിരി, ഞാനിതൊന്ന് കണ്ടോട്ടെ. ഓ വല്ല ഇഷ്ടപ്പെട്ടത് പറയോ ചെയ്യോ ചെയ്തോ ഉടനെ ഇതെടുത്ത് കേറ്റിക്കോണോ. ദേ ഞാൻ എല്ലാം എടുത്ത് ക്ലോസറ്റിൽ ഒഴിക്കും, പറഞ്ഞേക്കാം. പല തവണ ഒഴിച്ചതല്ലേ, എന്നിട്ടെന്തായി? ഞാൻ നിർത്തിയോ? നന്നാവില്ലാന്ന് തീരുമാനിച്ചവരോട് എന്ത് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ പ്രായത്തിൽ ഇനി എന്ത് നന്നാവാനാടി? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ ഡെയിലി 2 എണ്ണം അടിച്ചോളാൻ. അത് പിന്നെ പ്രായമായൊരു മനുഷ്യൻ ചെന്ന് കരഞ്ഞ് കാലു പിടിച്ച ഏത് ഡോക്ടർ സമ്മതിക്കും? ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ കുടിക്കും. ദേ വല്ലം വന്ന് കിടപ്പായ ഞാൻ തിരിഞ്ഞു നോക്കില്ല, പറഞ്ഞേക്കാം. ഞാൻ ദിവ്യമോളെ വിളിച്ച് പറയാൻ പോവാ, നിന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോക്കോളാൻ. പോയാ കാണാം, ഇവിടെ പട്ടിണി കിടന്ന് ചാവും, അത്ര തന്നെ. ഞാൻ നാട്ടിൽ നിന്ന് ഒരു മേടിനെ വരുത്തും. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്റെ കൊക്കി ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്ന് കരുതണ്ടോ. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയെന്ന് നിനക്കറിയോ? ഓ നിങ്ങൾക്ക് പണ്ടേ മുഖത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ശരിയാ, നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ അത് മാത്രം ഞാൻ നോക്കിയില്ല. എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? എടി, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലാ, അല്ലാതെ മോന്തേമല്ല. എത്രാമത്തേത്? ഇതിപ്പോ 2ാമത്തെയാ. ഓ നിങ്ങൾ കുടിച്ചതിന്റെ കാര്യമല്ല, കുക്കറിന്റെ വിസിലിന്റെ എണ്ണ. അതെനിക്ക് അറിഞ്ഞൂടാ. മതി കുടിച്ചത്. കുനിഞ്ഞൊരു കുപ്പ എടുക്കില്ല. എന്നാ കുക്കറിൽ നിന്ന് എത്ര വിസിൽ വന്നെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ?